ഹേ ഹലോ വെൽക്കം ബാക്ക്. വളരെ ഈസി ആയിട്ട് ഒരു 15 മിനിറ്റ്സിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി ഒരുപാട് പേര് അറിയാവുന്നതായിരിക്കും, പക്ഷേ പുതുതായിട്ട് ട്രൈ ചെയ്യുന്ന ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് 15 മിനിറ്റ്സിൽ നമുക്ക് നാടൻ ചിക്കൻ കറി ഈസി ആയിട്ട് കുക്കറിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 1 പോട്ട് റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഫെനൽ സീഡ്, അതായത് പെരുംജീരകവും ഒരു 2 സവാളയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 2 സവാള എന്ന് പറയുന്നത് ഒരു 400-450 ഗ്രാം ഇറച്ചിക്കുള്ളതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 7 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഈ ഉള്ളിലേക്ക് ഒന്ന് സോഫ്റ്റായി വരുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതായത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ, നല്ല മുളക് പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടി. എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടിയുള്ള പച്ചമുളകൊന്ന് മാറി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ കഴുകി വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കേണ്ട നിർബന്ധമില്ല, കാരണം ഇറച്ചിയിൽ നിന്ന് ആവശ്യത്തോളം വെള്ളം ഊറുന്നതാണ്. പക്ഷേ ഞാൻ എന്നാലും കുറച്ചൊന്ന് ഗ്രേവി ആയിട്ട് വേണമെന്നുകൊണ്ട് വെള്ളം ചേർക്കുന്നുണ്ട്. അതിനുശേഷം അതൊരു 3 വിസിൽ കൊടുക്കുക. 3 വിസിൽ കൊടുത്തതിന് ശേഷം മാനുവലി തന്നെ ഞാനൊരു വിസിൽ പ്രഷർ റിലീസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് നേരം അടച്ചു വയ്ക്കുമ്പോൾ വെള്ളം ഇറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് മാനുവലി റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രഷർ പോയി തുറന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കുറച്ച് കസൂരി മേത്തിയും കൂടെ പൊടിച്ചിട്ടതിന് ശേഷം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല കുറുക്കിയെടുത്ത അടിപൊളി നാടൻ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ സെർവ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ കൂടിയാണ്. ഒപ്പം തന്നെ സാലഡും സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റി ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ ഒരു ബീഫ് കറീൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പി വരുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ഫുഡ് ഡെയിലി.